നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസമാണ്. ആ ദിവസം ഇപ്പോൾ ഒരു പുതിയ വാർത്ത കൂടി വരുന്നുണ്ട്. കൊല്ലത്ത് നിന്നാണ് ദേശീയപാത തകർന്ന സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്തകളിലേക്ക് നമുക്ക് വിശദമായി കടക്കാം. കൊല്ലം കൊട്ടിയത്ത് നിന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു വാർത്ത വരുന്നത്. കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് താഴ്ന്നിരിക്കുന്നു. സൈഡ് വാൾ ചരിഞ്ഞു വീണ് സർവീസ് റോഡ് തകർന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ബസ്സിനുള്ളിൽ നിന്ന് കുട്ടികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ബസ്സിൽ കുട്ടികളുണ്ടായിരുന്നു. വാഹനങ്ങൾക്ക് പുറത്തേക്ക് വീഴാത്തതിനാൽ വലിയ അപകടമാണ് ഇപ്പോൾ ഒഴിവായിട്ടുള്ളത്. കൊല്ലം ചാത്തന്നൂരിന് സമീപം ആണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. മൈലക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഈ വലിയ ഭിത്തി ഇടിഞ്ഞു താഴ്ന്ന് വലിയ അപകടകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ദേശീയപാതയുടെ ഭിത്തിയാണ് ഇപ്പോൾ ഇടിഞ്ഞിട്ടുള്ളത്. സർവീസ് റോഡ് തകർന്ന നിലയിലാണ്. മൈലക്കാട് പാലത്തിന് സമീപത്തെ അപ്രോച്ച് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ദേശീയപാത ഇടിഞ്ഞു വീണ സമയത്ത് സർവീസ് റോഡിൽ സ്കൂൾ ബസ് അടക്കമുള്ള വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ആ വാഹനത്തിന് മുകളിലേക്കൊന്നും വീഴാതെ വലിയ അപകടം ഇപ്പോൾ ഒഴിവായിട്ടുണ്ട്. അതാണ് ഏക ആശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും വലിയ ആശങ്കകൾ നിലനിൽക്കുകയാണ്. ഇപ്പോൾ സ്കൂൾ ബസ്സിലൊക്കെ ഉണ്ടായിരുന്ന കുട്ടികളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, മാസങ്ങൾക്ക് മുൻപ് മലപ്പുറത്ത് കൂരിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് സമാനമായ നിലയിൽ വലിയ രീതിയിൽ ഗർത്തങ്ങൾ രൂപപ്പെടുകയും അപകടകരമായ നിലയിലേക്ക് ദേശീയപാതയുടെ നിർമ്മാണം മാറുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ നിർമ്മാണ പ്രവർത്തികൾ ഇവിടെ ഇപ്പോൾ ഏകദേശം പൂർണ്ണമാകാൻ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വലിയ രീതിയിൽ സുരക്ഷാ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് എസ് വിനേഷ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. വിനേഷ്, എന്താണോ നമ്മൾ മലപ്പുറത്ത് കണ്ടത് അതിന് സമാനമായ കാഴ്ചകളാണ്. വലിയ അപകടകരമായ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഭാഗ്യത്തിന് വലിയ അപകടങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസം. എന്താണ് അവിടെ കാണാൻ കഴിയുന്നത്? എന്ത് സംഭവിച്ചു റോഡിന് എന്നതാണ് മനസ്സിലാക്കുന്നത്? രേണുക, തീർച്ചയായും രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറത്ത് കണ്ടതുപോലെ അതിന് സമാനമായിട്ട് തന്നെയുള്ള വലിയ ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് കൊല്ലം കൊട്ടിയത്തിന് സമീപത്ത് നിന്ന് ഉണ്ടായത്. ഒരു 4 മണിക്ക് ശേഷമാണ് രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ വണ്ടികൾ, നിരവധി വാഹനങ്ങൾ കടന്നു വരുന്ന ഒരു പ്രധാന പാതയാണ് ഈ സർവീസ് റോഡിലേക്ക് ഈ നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയുടെ വാൾ ഭിത്തി, അതായത് സംരക്ഷണ ഭിത്തി തകർന്നു വീഴുകയായിരുന്നു. വീഴാൻ കാരണം ഈ നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയുടെ മൺകൂനി ഉണ്ടായിരുന്നു. മൺകൂനിക്ക് മണ്ണ് താഴേക്ക് ഇടിഞ്ഞു താണു. ഇതോടുകൂടി ഈ സംരക്ഷണ ഭിത്തി സർവീസ് റോഡിലേക്ക് മറിയുകയായിരുന്നു. 4 വാഹനങ്ങളാണ് അതുപോലെ തന്നെ ഈ കുരുന്നുകൾ സഞ്ചരിച്ചിരുന്ന വാഹനം സ്കൂൾ ബസ് അടക്കം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആശ്വാസകരമെന്ന് പറയാം, വാഹനങ്ങൾക്കൊന്നും തന്നെ ഒരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ ജീവഹാനി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. വാഹനങ്ങൾ ഉടൻ തന്നെ നിർത്തി. അത് വലിയ ആശ്വാസകരമാണ്. കുട്ടികളെ സുരക്ഷിതമായിട്ട് വാഹനത്തിൽ നിന്നും മാറ്റുകയും ചെയ്തു. രേണുക, എന്തായാലും ഇപ്പോഴും അപകട ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അധികൃതർ സ്ഥലത്തെത്തിയിട്ടുണ്ട്, പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. വാഹനങ്ങൾ അവിടെ നിന്നും നീക്കം ചെയ്തിട്ടില്ല. സംരക്ഷണ ഭിത്തി അടക്കം തകർന്നിട്ടുണ്ട്. റോഡ് ഇടിഞ്ഞു താഴുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപകട ഭീഷണി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപകട സാഹചര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഫയർഫോഴ്സിൽ നിന്നും അവിടേക്ക് ഇപ്പോൾ എത്തിപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം ഈ റോഡ് ഇടിഞ്ഞു താഴുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് അങ്ങോട്ട് പോകാനും കഴിയുന്നില്ല. എന്തായാലും ആ വാഹനത്തിൽ ഉണ്ടായിരുന്നവരെ സുരക്ഷിതമായിട്ട് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. വളരെ ആശ്വാസകരമാണ്. അധികൃതർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. രേണുക, തീർച്ചയായും എന്തായാലും ഈ നിർമ്മാണം നടക്കുന്ന ഘട്ടങ്ങളിൽ ഉടനീളം ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചത്. നമുക്കറിയാം, കൃത്യമായ സർവീസ് റോഡുകൾ ഒരുക്കാതെ വഴി തിരിച്ചുവിടുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയന്ത്രണങ്ങളോ ഒന്നും കൃത്യമായി ബോധ്യപ്പെടുത്താതെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് വർഷങ്ങളോളം അനുഭവിച്ചു വരികയാണ് അവിടെയുള്ളവർ. പലയിടങ്ങളും അപകടക്കെണികളായി മാറുന്നത് ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ആ ബുദ്ധിമുട്ടൊക്കെ സഹിച്ചു
ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ GS ജയലാൽ MLA ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. MLA, ആ സ്ഥലം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ എന്താണോ മലപ്പുറത്ത് സംഭവിച്ചത് അതിന് സമാനമായ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ ആ റോഡ് തകർന്നിട്ടുണ്ട്. ഈ നിർമ്മാണ ഭിത്തി മുഴുവൻ തകർന്ന നിലയിലാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. ഇവിടെ നിർമ്മാണത്തിലെ അപാകതയാണോ, എന്താണ് പ്രശ്നം, എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? തീർച്ചയായിട്ടും നിർമ്മാണത്തിൽ അപാകത തന്നെയാണ്. അതായത് നമ്മുടെ നാട്ടില് സാധാരണ ഒരു 3 നില കെട്ടിടം ചെയ്യുമ്പോൾ പോലും നല്ലതുപോലെ സോയിൽ ടെസ്റ്റ് നടത്തി അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയാണ് അതിന്റെ കെട്ടിടം ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഇതൊരു ചതുപ്പ് സ്ഥലമാണ്. ആ ചതുപ്പ് സ്ഥലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാതെ ഇതിന്റെ ഡിസൈൻ തയ്യാറാക്കി ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കാം ഉണ്ടായത്. അല്ല, ഇത് കേരളത്തില് പലയിടത്തും സംഭവിക്കുകയാണ്. ഇപ്പം ജനങ്ങളെല്ലാം ആശങ്കയിലാണ്. നിർമ്മാണ പ്രവർത്തനത്തിന്റെ അഭാവം തന്നെയാണിത്. ഇത് നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? പല സ്ഥലങ്ങളിലും ഇത് ചെയ്തത്. ഇതിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. അത് ബന്ധപ്പെട്ട ഏജൻസിയെയും കേന്ദ്ര ഗവൺമെന്റും അതിന്റെ സംവിധാനങ്ങളും ഗൗരവമായി പരിശോധിക്കണം. റോഡിൽ കൂടെ എങ്ങനെ യാത്ര ചെയ്യുമെന്നുള്ളതാണ്. നിർമ്മാണം നിർവഹിക്കുന്ന ഏജൻസികൾ ജനങ്ങളുടെ ജീവനം കൂടി സുരക്ഷിതമാക്കിക്കൊണ്ട് വേണമല്ലോ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാൻ. അതിനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ, നിർമ്മാണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിരുന്നോ? നിങ്ങൾ ദേശീയപാത അതോറിറ്റി ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിരുന്നോ? അങ്ങനെ ഒരു തരത്തിലുമുള്ള പരിശോധനകളോ ഭൂമിശാസ്ത്രപരമായ പരിശോധനകളോ ഒന്നും നടത്താതെയുള്ള നിർമ്മാണങ്ങളാണോ ഈ സംസ്ഥാനത്തുടനീളം നടക്കുന്നത്? ശ്രീ ജയലാൽ, കേൾക്കാമോ? ശ്രീ ജയലാൽ, കേൾക്കാമോ? ഓക്കെ, അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഇല്ല എന്ന് തോന്നുന്നു. പറ്റുമെങ്കിൽ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ലൈനിൽ കണക്ട് ചെയ്യാൻ ഞാൻ PCRനോട് പറയുകയാണ്. GS ജയലാൽ, സ്ഥലം MLA ആണ് നമ്മളോട് സംസാരിച്ചത്. സോയിൽ ടെസ്റ്റ് ഉൾപ്പെടെ യാതൊന്നും നടത്താതെയാണ് ഈ നിർമ്മാണ പ്രവർത്തികൾ നടന്നിരിക്കുന്നത്. അതാണ് ഈ ഒരു അപകടത്തിലേക്ക്, ഈ ഒരു അവസ്ഥയിലേക്ക് നയിച്ചത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ മലപ്പുറം കൂരിയാടുണ്ടായ സംഭവത്തിലും ഇതുതന്നെയാണ് വലിയ ആക്ഷേപമായി ഉയർന്നത്. ഏതാണോ പരിതസ്ഥിതി, അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്താണ് എന്ന് പഠിക്കാതെ മനസ്സിലാക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തികളാണോ സംസ്ഥാനത്തുടനീളം ഇങ്ങനെ നടന്നിരിക്കുന്നത് എന്നത് വലിയ ചോദ്യമായി ഉയരുകയാണ്, വലിയ ആശങ്കയായി ഉയരുകയാണ്. ഏതായാലും ഇവിടെയും സമാന നിലയിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. ഏതാണ്ട് നിർമ്മാണ പ്രവർത്തികൾ പൂർണ്ണമാകുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം ഈ ഉണ്ടാക്കിയിരിക്കുന്നത് മുഴുവൻ, അതിൻ്റെയൊക്കെ മുഴുവൻ തകർന്ന സാഹചര്യം, അതുണ്ടാക്കുന്ന നഷ്ടം ഒരു ഭാഗത്ത്, ഇനിയും ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കണമെന്നത് മറ്റൊരു കാര്യം. അതിനുമൊക്കെ ആശങ്കയാണ്. ഇതിങ്ങനെ കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള ഇടങ്ങളിൽ എത്രയിടത്താണ് ഈ പാലങ്ങൾ ഇതേ രീതിയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. അതൊക്കെ ഒരു ഭീഷണിയോ ആശങ്കയായി നിലനിൽക്കുന്നു എന്നത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിലാണ് ഈ വലിയ പാളിച്ച നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. എന്തായാലും സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നമുക്ക് ചില പ്രദേശവാസികളുടെ പ്രതികരണങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. അതുകൂടി കണ്ടതിന് ശേഷം തിരിച്ചെത്താം. പാലക്കാട് ഇറക്കത്ത് വളരെ ഒരു ഭയാനകമായ ഒരു ദുരന്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ആറിവാൾ, അതായത് നമ്മുടെ ഈ പറയുന്ന വയലുകളാൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് നമ്മൾ നിരവധി തവണ നിവേദനങ്ങളിലൂടെ അധികാരികൾക്ക് പറഞ്ഞതാണ്. കുരിയോട്ടുമലയിലും ഒക്കെ ഈ സമാനമായ സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഇത്തരത്തിലുള്ള വാൾ നിർമ്മാണം, ആറിവാൾ നിർമ്മാണം ഇവിടെ ശാശ്വത പരിഹാരമല്ല, ഇത് മാറ്റി സ്പാനിൽ ഉള്ള റോഡ് നിർമ്മിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. നമുക്കിത് കാണാൻ കഴിയും. ഇപ്പോൾ കണ്ട ആ സർവീസ് റോഡ് ഇടിഞ്ഞ് താണ് അഗാധമായ ഗർത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. വളരെ വലിയൊരു ഗർത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സർവീസ് റോഡിനോട് ചേർന്ന് തന്നെ ആ ആറിവാള് ഇടിഞ്ഞ് താന്ന് ആ ഗർത്തത്തിലേക്ക് താന്ന് ചെരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നതിന് തൊട്ട് മുന്നേ. ഇതിലൂടെ കടന്നുപോയ 4-5 കാറുകളും അതുപോലെ തന്നെ തൊട്ടടുത്ത സ്കൂളിൽ കുട്ടികളുമായി വന്ന വാഹനം ഇതിൽ ഉൾപ്പെട്ട് അവിടെ കിടക്കുകയാണ്. അവർക്ക് അവിടുന്ന് അനങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കിടക്കുകയാണ്. ആ വാഹനങ്ങൾ അവിടുന്ന് നീക്കം ചെയ്യുന്നതിന് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. അങ്ങോട്ട് ആർക്കും കടന്നു പോകാൻ അശാസ്ത്രീയമായ നിർമ്മാണമാണ്. നമ്മൾ നിരവധി തവണ ഇത് നമ്മൾ നിവേദനത്തിലൂടെ സമരത്തിലൂടെയൊക്കെ ആവശ്യപ്പെട്ടാണ്
ഈ ആറിവാൾ നിർമ്മാണം ഇവിടെ ശാശ്വത പരിഹാരമല്ല, ഇത് അശാസ്ത്രീയമായ നിർമ്മാണമാണ്. ഇത് മാറ്റണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ്. സ്പാനിലൂടെയുള്ള അല്ലെങ്കിൽ ഇത് എങ്ങനെയാണോ അത്തരത്തിലുള്ള ഒരു നിർമ്മാണം നടത്തേണ്ടിയിരുന്നത് അതനുസരിച്ചുള്ള നിർമ്മാണമല്ല ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അതിന്റെ അവസ്ഥ. ഇതിലൊക്കെ ഭയാനകപരമായ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു സൈഡില് ഇപ്പോഴത്തെ ഇടിഞ്ഞു താന്നെങ്കിൽ അതേപോലെ മറു സൈഡില് അതും അതേപോലെയാണ്. ഏത് നിമിഷവും അവിടെയും ഇത് ഇടിഞ്ഞു താഴുന്ന ഒരു അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഭയാനകമായ അവസ്ഥ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ ഉണ്ടാവും. തൊട്ടടുത്ത സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് സംജാതമായിരിക്കുന്നത്. എന്റെ പേര് മൈലക്കാട് സുനിലാണ്. ഞാൻ നേരത്തെ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന ആളാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയുടെ പ്രതികരണമാണ്. പ്രദേശവാസിയാണ്. നേരത്തെ തന്നെ ഈ നിർമ്മാണത്തിലെ അശാസ്ത്രീയത ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നത് ഉൾപ്പെടെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. നമുക്കറിയാം കൂരിയാടും സമാനമായ നിലയിൽ തന്നെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. വയൽ മേഖലയായിരുന്നു. അവിടെ വയഡക്ട് നിർമ്മിച്ചുകൊണ്ടുള്ള നിർമ്മാണം വേണം എന്നത് ആവശ്യമായി പലപ്പോഴും മുന്നോട്ട് വെച്ചിരുന്നതാണ്. പക്ഷെ അതൊന്നും കണക്കിലെടുക്കാതെയാണ് അവിടെ നിർമ്മാണം നടന്നത്. നിർമ്മാണം പൂർത്തിയായ ഘട്ടത്തിലാണ് സമാനമായ നിലയിൽ അവിടെയും റോഡ് പാലം തകരുന്ന സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം കൊല്ലത്തേക്ക് പോയപ്പോൾ ഞാൻ ഈ വഴി സഞ്ചരിച്ചതാണ്. ഇത് വലിയ ഭീകരമായ ഭയാനകമായ നിലയാണ്. അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു ആശങ്ക വന്നിരുന്നതാണ്. ഇത് വലിയ ഉയരത്തിൽ കെട്ടിപ്പൊക്കി നിർത്തിയിരിക്കുന്ന സ്ഥലമാണ്. മൈലക്കാട് എന്ന് പറയുന്ന ഭാഗം വലിയ കയറ്റവും ഇറക്കവുമുള്ള ഒരു ഭാഗമാണ്. അവിടെയാണ് ഇതിങ്ങനെ വൻമതിൽ പോലെ ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്നു. ഒരു 1-2-3 കിലോമീറ്റർ ദൂരം അത് നമുക്ക് കാണുമ്പോൾ അതിൻ്റെ അടുത്തുകൂടെ വാഹനത്തിൽ പോകുമ്പോൾ ഈ ദേശീയപാതയിൽ ഈ അപകടമുണ്ടായ സാഹചര്യമൊക്കെ നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ ഒരു ഭയപ്പാട് നമ്മുടെ മനസ്സിലേക്ക് വരും. ആ രീതിയിൽ ഞാനത് ആലോചിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 2 ദിവസമാകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ അവിടെ നിന്നൊരു അപകട വാർത്ത കേൾക്കുകയാണ്. പക്ഷേ ഭാഗ്യത്തിന് ആ സ്കൂൾ ബസ് ഉൾപ്പെടെ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെ ആ വാഹനത്തിലുണ്ടായിരുന്നു. ആ വാഹനത്തിന് മുകളിലേക്കൊന്നും പതിക്കാതെ ആ അപകടം ഒഴിവായി. ഇപ്പോൾ കുട്ടികളെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത് ഉയർത്തുന്ന ചോദ്യം പലതാണ്. മലപ്പുറത്ത് നമ്മൾ കണ്ടു. ഇപ്പോൾ കൊല്ലത്ത് കൊട്ടിയ മൈലക്കാട് ഭാഗത്തും സമാനമായ നിലയിൽ ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ ഈ ദേശീയപാതയുടെ നിർമ്മാണം അതിൽ എന്ത് സംഭവിക്കുന്നു എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായി ഉയരുകയാണ്. നമുക്ക് വികസനം വേണമെന്ന് പറയുമ്പോൾ തന്നെ അത് മനുഷ്യന് ഭീഷണിയാകുന്ന തരത്തിലാകരുത്, പരിസ്ഥിതിക്ക് അനുകൂലമാകുന്ന തരത്തിലാകണം. അതൊരു തരത്തിലും ഇങ്ങനെ കെട്ടിപ്പൊക്കിയ ഭീഷണിയാകരുത് എന്നത് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉടലെടുക്കുകയാണ്. വിനേഷ് അവിടെ നിന്ന് തുടരുന്നുണ്ട്. വിനേഷ് നോക്കൂ, നമ്മളോട് നേരത്തെ സംസാരിച്ച പ്രദേശവാസികൾ ജനപ്രതിനിധികളായിട്ടുള്ളവരൊക്കെ പറയുന്നു ഈ പ്രദേശം എന്ന് പറയുന്നത് പാരിസ്ഥിതികമായി ചില പ്രത്യേകതകളുള്ള ഇടമാണ്, വയൽ മേഖലയാണ്. അപ്പോൾ അവിടെ നമുക്ക് നേരത്തെ തന്നെ ഉള്ള റോഡ് അറിയാം, വലിയ കയറ്റിറക്കമുള്ള റോഡൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഭാഗത്താണ് ഇത്ര വലിയ പൊക്കത്തിൽ ഈ ദേശീയപാത നിർമ്മാണം നടന്നിരിക്കുന്നത്, ഈ പാലത്തിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. അത് അശാസ്ത്രീയമാണ് എന്നത് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് എന്ന് അവർ പറയുന്നു. അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ആരെയോടാണ് ഇക്കാര്യങ്ങൾ ചോദിക്കേണ്ടത്? ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ കാര്യങ്ങളിൽ അന്വേഷണം വേണം എന്നതുൾപ്പെടെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത് അവഗണിച്ച് നടത്തിയ നിർമ്മാണമാണിപ്പോൾ ഈ രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിട്ടുള്ളത്. തീർച്ചയായും രേണുക, അത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതിപ്പോ സംഭവത്തിൽ ഇപ്പോൾ പൊതുമരാമത്ത് സെക്രട്ടറിയോട് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ അവിടുത്തെ അപകട ഭീഷണി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രദേശവാസികൾ തന്നെ രംഗത്തിറങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി തവണ പരാതി നൽകിയിരുന്നു, കളക്ടർക്ക് അടക്കം പരാതി നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഉയർന്നുവരിക്കുന്ന വലിയൊരു ആക്ഷേപം ജില്ലാ കളക്ടർ പോലും ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടില്ല. മുൻകാലങ്ങളിൽ പോലും, അതായത് ഈ പരാതി നൽകിയതിനെ തുടർന്ന് ഇത് അന്വേഷണമായിട്ട് പോലും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താനായിട്ടോ ഒന്നും അവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ മുൻപ് നൽകിയിരുന്നു, നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു. കാരണം ഈ സർവീസ് റോഡ് ആയി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഉണ്ടായിരുന്നു. അവിടെ ഈ വലിയ വാഹനങ്ങൾ കടന്നു വരുമ്പോൾ തിരിഞ്ഞു പോകുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ, ചില ആക്സിഡന്റുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ മുഖവിലേക്കെടുക്കാനോ ഇതുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്താനോ അധികൃതർ തയ്യാറായില്ല എന്നുള്ളൊരു ആക്ഷേപം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് രേണുക. എന്തായാലും ഇപ്പോഴും ഇവിടെ അപകട ഭീഷണി നിലനിൽക്കുന്നു.
നിൽക്കുന്നു. അപകട സാഹചര്യം ഇപ്പോഴും തുടരുകയാണ്. വാഹനങ്ങൾ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. തിരുവനന്തപുരം ഭാഗത്തു നിന്നും കൊല്ലത്തേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മറ്റു റോഡിലൂടെയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് പെട്ടുപോയ വാഹനങ്ങൾ ഇപ്പോഴും അതേ സ്ഥിതിയിൽ തന്നെ തുടരുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടക്കുന്നു. അധികൃതർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു അന്വേഷണം, പ്രാഥമിക അന്വേഷണം എന്നോണം തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടന്നു വരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ റോഡ് തകർന്നു പോകുന്നു. അതായത് താഴേക്ക് ഇരുത്തുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. മണ്ണിടിച്ച് താഴേക്ക് പോകുന്നു, റോഡ് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രേണുക, ഈ ദേശീയപാതയുടെ പാർശ്വഭിത്തിയാണ് ഇപ്പോൾ ഇടിഞ്ഞ് ഈ അപകടകരമായ നിലയിൽ എത്തിയിരിക്കുന്നത്. സർവീസ് റോഡ് ഉൾപ്പെടെ തകർന്നു കിടക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഗതാഗത നിയന്ത്രണം വരുത്തിയിട്ടുണ്ട്. ദേശീയപാത വഴി അല്ലെങ്കിൽ ആ ഭാഗം വഴി സഞ്ചരിക്കുക സാധ്യമല്ല. തീരദേശ റോഡിലൂടെ ഗതാഗതം തിരിച്ചുവിടുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു പ്രേക്ഷകർക്കും ഇതൊരു ഒരു അറിയിപ്പായി, ഈ കൊല്ലം ഭാഗത്തേക്ക് തിരുവനന്തപുരത്തു നിന്നൊക്കെ സഞ്ചരിക്കുന്നവർക്ക് ഇതൊരു അറിയിപ്പായി മാറാവുന്നതാണ്. കാരണം അതുവഴി സഞ്ചരിക്കുക ഇപ്പോൾ സാധ്യമല്ലാത്ത സാഹചര്യമാണ്. നേരത്തെ തന്നെ ഈ നിർമ്മാണ പ്രവർത്തികൾ മൂലം വലിയ ഇടുങ്ങിയ വഴികളിലൂടെയാണ് ഗതാഗതം നടന്നുകൊണ്ടിരുന്നത്. അവിടെ വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെ വലിയ ആശങ്കയായി സർവീസ് റോഡ് ഉൾപ്പെടെ തകർന്ന് പോകുന്ന ഈ ദേശീയപാതയുടെ പാർശ്വഭിത്തി തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വലിയ ആശങ്ക അത് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഗതാഗതം തിരിച്ചുവിടുന്നു. അവിടെ ഈ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ പോലും പുറത്തേക്കെടുക്കാനുള്ള ബുദ്ധിമുട്ട്, അവിടെ മറ്റേതെങ്കിലും തരത്തിൽ വാഹനം ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല, മറ്റു വാഹനങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇത് പരിഹരിക്കുക കുറേ അധികം സമയമെടുത്ത് മാത്രമേ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ പാർശ്വഭിത്തി എന്ന് പറയുന്നത് ഏതാണ്ട് കുറേയധികം തകർന്ന നിലയിലാണ്. സർവീസ് റോഡ് പാടെ തകർന്ന നിലയിലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുനർനിർമ്മാണം എന്ന് പറയുന്നത് ഇനി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാകും. ജനങ്ങൾ ഒരു കംപ്ലീഷനിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അവിടെ ആ ഭാഗങ്ങളിൽ പണി പൂർത്തിയാകുന്നു എന്നതിൻ്റെ ഒരു ആശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ വലിയ ഒരു ചതി ഉണ്ടാകുന്നത്. നേരത്തെ മലപ്പുറത്ത് കണ്ടതിന് സമാനമായ നിലയിൽ തന്നെയാണ് ഇവിടെ സർവീസ് റോഡും ആ പാർശ്വഭിത്തികളും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കാഴ്ച നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. നിർമ്മാണത്തിലെ അപാകതയാണ് ഇതിന് കാരണം എന്നതാണ് പറയുന്നത്. ഇതിൽ അന്വേഷണം വേണം എന്നതാണ് പൊതുമരാമത്ത് മന്ത്രി ഉൾപ്പെടെ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട് എന്ന വിവരങ്ങൾ വരുന്നു. എന്തായാലും നമുക്കറിയാം, ദേശീയപാത നിർമ്മാണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന വാർത്തകൾ, സംഭവങ്ങൾ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. എന്തായാലും ആ പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തികളാണ് ഓരോയിടത്തും വേണ്ടത്. അതിന് വിശദമായ പരിശോധനയും പഠനവും ഒക്കെ നടത്തിയതിനു ശേഷമാണ് വരേണ്ടത്. എവിടെയാണ്, എങ്ങനെയാണ് പാളിച്ചകൾ സംഭവിച്ചത് എന്നതൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാകും. നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു ചെറിയ ഇടവേള എടുക്കാം. അതിനുശേഷം നമ്മുടെ ഫോക്കസ് നമ്പർ 1 രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ഇന്നലെ MLA ആയി സഭയിലെത്തിയതിന്റെ 1ാം വാർഷികത്തിൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ട രാഹുൽ അത്രയധികം നാണം കേട്ടിട്ടും കീഴടങ്ങാൻ തയ്യാറാകുന്നില്ല എന്നതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ബലാത്സംഗ കേസിൽ 9ാം ദിവസവും രാഹുൽ ഒളിവിൽ തന്നെ തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കീഴടങ്ങില്ല, നിയമ പോരാട്ടം ഒളിവിലിരുന്ന് തുടരുമെന്നതിന്റെ സന്ദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെയാണ് രാഹുൽ അടുത്ത നീക്കം ഹൈക്കോടതിയിലേക്ക് നടത്തുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ പരിഗണിക്കുമെന്ന വിവരമാണ് വരുന്നത്. രാഹുലിനെതിരായ 2ാമത്തെ കേസിൽ AIG പൂങ്കുഴലി അന്വേഷിക്കും എന്നതും വ്യക്തമായിരിക്കുന്നു. ബംഗളൂരുവിലുള്ള പരാതിക്കാരിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്താനാണ് നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് രാഷ്ട്രീയ നേട്ടമാക്കാൻ UDF ശ്രമിക്കുന്നതിനിടെ വിഷയം വിടാതെ കൂടുതൽ സജീവമാക്കുകയാണ് CPM. രാഹുലിനെ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നത് കോൺഗ്രസ് തന്നെയെന്നാണ് CPMന്റെ ആരോപണം. എന്നാൽ രാഹുലിനെ പോലെ സമാന കേസുകളിൽ ഉൾപ്പെട്ട മുകേഷ് അടക്കമുള്ളവർക്കെതിരെ CPM എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് UDF ഇതിനെ നേരിടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് രാഹുൽ വിഷയത്തിൽ ഇന്ന് മുഴുവനായി നമ്മൾ കാണുന്നത്. നമുക്ക് വിശദമായി ഇത് പരിശോധിച്ചാൽ മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത്. മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെയാണ് സമീപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇന്നലെ മുൻകൂർ ജാമ്യം തള്ളിയിരുന്നു. പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നത്. ഇപ്പോൾ ജാമ്യം തള്ളിയ സാഹചര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയെ രാഹുൽ സമീപിക്കുകയാണ്. ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യം ലഭിക്കാൻ എന്തൊക്കെയാണോ
ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നത്. സമാനമായ കാര്യങ്ങൾ തന്നെയാണ് രാഹുൽ ഹൈക്കോടതിയിലും ഉന്നയിച്ചിരിക്കുന്നത്. ബലാത്സംഗത്തിന് തെളിവില്ലെങ്കിലും ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം ചെയ്യിച്ചതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. സാക്ഷികളെ സ്വാധീനിക്കുകയും തെളിവ് നശിപ്പിക്കുകയും ചെയ്തേക്കാമെന്നും പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഇന്നലെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. പ്രതിയുടെ ഫോൺ പിടിച്ചെടുത്ത് പരിശോധിക്കണമെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും പരിഗണിച്ചുമൊക്കെയാണ് ഈ മുൻകൂർ ജാമ്യം നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഇന്നലെ കോടതി എത്തിയത്. ബലാത്സംഗ കേസിന്റെ FIR പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. അത് കോടതി പരിശോധിച്ചിരുന്നു. രാഹുൽ വിഷയത്തിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇന്നലെ മുൻകൂർ ജാമ്യം നൽകേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തതെങ്കിൽ സമാനമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മേൽക്കോടതിയെ സമീപിച്ച് അവിടെ നിന്നൊരു ജാമ്യം നേടുക എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ ഒരു ജാമ്യം ലഭിച്ചുകൊണ്ട് ഈ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തേക്ക് വരാം എന്നതായിരിക്കും രാഹുലിന്റെ ശ്രമം. പക്ഷേ നാളെ ഇനി മുൻകൂർ ജാമ്യം കോടതി പരിഗണിക്കുമ്പോൾ എന്താകും സാഹചര്യം എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. പക്ഷേ ഈ സാഹചര്യങ്ങളിലും രാഹുലുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾ കൂടുതൽ സജീവമാവുകയാണ്. രാഹുൽ വിഷയത്തിൽ ആദ്യമായി മുഖ്യമന്ത്രിയുടെ പ്രതികരണമുണ്ടായ ദിവസം കൂടിയാണ് ഇന്ന്. രാഹുൽ വിഷയത്തിൽ ശക്തമായ നടപടിയെടുത്ത സാഹചര്യം അനുകൂലമാക്കാനാണ് കോൺഗ്രസ് ഒരു ഭാഗത്ത് ശ്രമം നടത്തുന്നത്. രാഹുലിന്റെ അറസ്റ്റ് വൈകിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമെന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, ഇനി ചെയ്യേണ്ടത് സർക്കാരാണ്, സർക്കാർ അത് വൈകിപ്പിക്കുന്നു, അത് അവർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നതാണ് ഈ കോൺഗ്രസ് നേതാക്കൾ പറയാൻ ശ്രമിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നതും അതാണ്. ഇന്നലെ മുതൽ തന്നെ അദ്ദേഹം അക്കാര്യത്തിൽ ഊന്നൽ നൽകുന്നത് നമ്മൾ കണ്ടതാണ്. പരാതി ലഭിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുൻകൂർ തന്നെ അറിയാമായിരുന്നു. എന്നിട്ട് ആ സാഹചര്യം ഉണ്ടായിട്ടും രാഷ്ട്രീയ നേട്ടത്തിനായി അറസ്റ്റിന് തയ്യാറായിട്ടില്ല എന്നതാണ് VD സതീശൻ ഇന്നലെ ഉന്നയിച്ച ആരോപണം. ആ ആരോപണം തന്നെ അദ്ദേഹം ഇന്നും ആവർത്തിക്കുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു, സർക്കാർ പക്ഷേ ചെയ്യുന്നില്ല എന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത്. ഇത് തലേ ദിവസം ഈ പെൺകുട്ടി പരാതി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയായിരുന്നല്ലോ, ഇല്ലേ? അത് പരാതി കൊടുത്താലുള്ള നടപടികളെ കുറിച്ചും അറിയായിരുന്നു. ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ ഈ അറസ്റ്റ് നടക്കുമായിരുന്നല്ലോ. അറസ്റ്റ് ഒന്നും അല്ലെന്നേ അവരുടെ ആഗ്രഹം. അവരുടെ ആഗ്രഹം ഈ ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്ന് മാറ്റിവെച്ചിട്ട് വേറെ വിഷയം ചർച്ച ചെയ്യണം. അതിലൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അങ്ങക്ക് അറിയായിരിക്കുമല്ലോ എവിടെയാണുള്ളതെന്ന്. അതൊന്ന് പറഞ്ഞാൽ മതി, അതവര് നേരെ പോയിട്ട് പിടിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. അപ്പോ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതും VD സതീശൻ പറഞ്ഞതുമാണ് നമ്മൾ കേട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എവിടെയുണ്ടെന്ന് ഇപ്പോൾ അറിയാവുന്ന ഒരേ ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നതാണ് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത്. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പോലീസിനും രാഹുൽ എവിടെയുണ്ടെന്ന് കൃത്യമായി അറിയാം. പുകമറ സൃഷ്ടിച്ച് വിഷയം 1-2 ദിവസം നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അടൂർ പ്രകാശ് പറയുന്നതും ഇതേ ലക്ഷ്യങ്ങളോടെയാണ്. അതായത് ഇതിന്റെ രാഷ്ട്രീയ നേട്ടത്തിനുള്ള ശ്രമം നടക്കുന്നു എന്നത് പറയാൻ വേണ്ടിയാണ്. രാഹുലിന്റെ അറസ്റ്റ് വൈകുന്നത് പോലീസ് തിരക്കഥയെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി വ്യക്തമാക്കിയത്. യൂത്ത് കോൺഗ്രസിനുള്ളിൽ നിന്ന് ഒരു ശബ്ദം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ശബരിമല കൊള്ള മറയ്ക്കാൻ പോലീസ് നാടകം കളിക്കുന്നുവെന്നും അബിൻ വർക്കി വ്യക്തമാക്കി. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പടക്കം പൊട്ടിക്കേണ്ടത് പിണറായി വിജയന്റെ ഓഫീസിന് മുന്നിലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷും ഇന്ന് പറഞ്ഞു. പൊതുച്ചോറിനെ ഡിവൈഎഫ്ഐ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഉപയോഗിക്കുന്നത് ആണ് ഇന്നലെ ഹോസ്ദുർഗ് കോടതിക്ക് മുന്നിൽ കണ്ടതെന്നും ജനീഷ് പറഞ്ഞു. അപ്പോൾ യൂത്ത് കോൺഗ്രസും മറ്റ് പ്രമുഖ കോൺഗ്രസ് നേതാക്കളുമെല്ലാം ഈ വിഷയത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ രംഗത്തു വരുന്നു എന്നതാണ് ഇന്നത്തെ കാഴ്ച. അത് CPM പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നത് അതിന് എത്രത്തോളം ഗുണകരമാണെന്ന് അവരെന്നെ ആലോചിക്കുക. ആ പടക്കം പൊട്ടിക്കേണ്ടത് സത്യത്തിൽ പിണറായി വിജയന്റെ ഓഫീസിന് മുമ്പിൽ കൊണ്ടിട്ട് പൊട്ടിക്കേണ്ട പടക്കമാണ്. ആ പടക്കത്തിന്റെ ശബ്ദത്തിലെങ്കിൽ അദ്ദേഹം ചില കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. എത്ര പരാതികൾ ഇതിനു മുമ്പ് CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും കൃത്യമായി അറിയാം ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് കൃത്യമായി അറിയാവുന്ന ഏക ആള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇതൊക്കെ ഒരു പുകമറ സൃഷ്ടിക്കുന്ന ഏർപ്പാടാണ് LDF കാണിച്ചിട്ടുള്ളത്.
അതുകൊണ്ടാണല്ലോ ഇപ്പൊ എന്തുകൊണ്ട് ഇപ്പോ ഈ പറയുന്ന കുറ്റകൃത്യം ചെയ്ത പ്രതിയെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്തത്? ഞാൻ ഒരു കാര്യം പറയാം, ഇത് ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ അവർക്ക് 2-3 ദിവസം കൂടി ഇതൊന്ന് നീട്ടിക്കൊണ്ടു പോകണം. 2-3 ദിവസം കൂടി നീട്ടിക്കൊണ്ടു പോയാൽ 9-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കും. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നവരെ ഇത് ലൈവായി നടത്തിക്കൊണ്ടു പോകണം. ഇതാണ് കാര്യം. പോലീസ് ഒരു വലിയ ഡ്രാമ കളിക്കുകയാണ്. എന്താണ് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ശബരിമല സ്വർണ്ണ കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടിയാണ്. ആ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഇന്നലെ പോലും കോടതിയുടെ വിധി പറഞ്ഞത് ഉന്നതരിലേക്ക് അന്വേഷണം പോകണമെന്നുള്ളതാണ്. ആ അമ്പലം വിഴുങ്ങികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അമ്പലക്കൊള്ളക്കാർക്ക് കൂട്ടുനിന്ന കള്ളന് കഞ്ഞി വെച്ചു കൊടുത്ത സർക്കാർ ചെയ്യുന്ന പരിപാടിയാണ് ഈ പരിപാടി എന്നുള്ളത് ഞങ്ങളുടെ കൃത്യമായ ആരോപണമാണ്. അപ്പോൾ ആരോപണ മുനകൾ സർക്കാരിലേക്ക് തിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ തന്നെ ഏറ്റവും ശക്തമായ നടപടിയെടുത്തിരിക്കുന്നു. പക്ഷേ നിങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യം ചോദിക്കുന്നു. ഈ അറസ്റ്റ് വൈകിക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിനല്ലേ എന്ന ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്ന് പരാമർശിച്ചത് നമ്മൾ കേട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിക്കുന്നതെന്ന് കാണാം. രാഹുലിനെ ആരാണോ വളർത്തിക്കൊണ്ടുവന്നത് അവർക്കൊക്കെ ഇതിന് ഉത്തരവാദിത്തമുണ്ട് എന്ന നിലയിൽ കൂടിയാണ് ഈ CPM ഇപ്പോൾ ഈ വിഷയത്തെ മാറ്റുന്നത്. ആ രീതിയിൽ എല്ലാം അറിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് സ്ഥാനമാനങ്ങൾ നൽകിയ, രാഹുൽ മാങ്കൂട്ടത്തിനെ MLA ആക്കിയവർക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്നു. അത് തീർച്ചയായും VD സതീശനെയും ഷാഫി പറമ്പിലിനെയും ലക്ഷ്യമിട്ടാണ്. സമൂഹ മാധ്യമങ്ങളിലും ആ രീതിയിലുള്ള വലിയ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പില് ആണ് എന്ന ആരോപണം MV ഗോവിന്ദനും ഉന്നയിക്കുന്നത് നമ്മൾ കാണുന്നു. ആ രീതിയിൽ ആരോപണം ഇന്ന് കോൺഗ്രസിലെ മറ്റ് നേതാക്കളിലേക്ക് കൂടി തിരിക്കുകയാണ് CPM ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത്. നേതൃത്വം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതൊക്കെ സ്വയമേവ പരിശോധിക്കേണ്ട കാര്യമല്ലേ? ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ? സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? എപ്പോഴും ഇത്തരം ആളുകളെ അകറ്റി നിർത്താനല്ലേ ഏത് പാർട്ടിയും ശ്രമിക്കേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാതൃകയോ? എന്ത് മാതൃക? ജയിലാകുന്നതിന് മുമ്പ് അവന്റെ മുമ്പിൽ ഇവരെ മുമ്പിൽ നിരവധി ആവശ്യങ്ങൾ അല്ലെങ്കിൽ പരാതികൾ കെട്ടിക്കിടന്നിട്ട് അവസാനം കെട്ടിക്കിടന്നതിന്റെ മേലെ ഒരു നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. അവസാനം തെളിവ് മുഴുവൻ പുറത്തു വന്നതിന് ശേഷമാണ് UDFകാർ അയാൾക്കെതിരെ നടപടി സ്വീകരിച്ചു എന്ന് വരുത്തിയത്. അയാൾ ഒരു നടപടി സ്വീകരിച്ചില്ല. അതെ, മുഖം രക്ഷിക്കാന്ന് പറഞ്ഞാൽ മുഖം രക്ഷിക്കുക അങ്ങനെ ഒരു പരിപാടി നമുക്കില്ല. വെറുതെ മുഖം രക്ഷിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല. CPIM-നെ സംബന്ധിച്ചിടത്തോളം മുഖത്തിന് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് രക്ഷിക്കേണ്ട വേറെ ഒരു കർസേവ നടത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഒരു തരത്തിലും ഇതിൻ്റെ അകത്ത് ഒരു മാറ്റം വരുത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചില്ല. അന്നുമില്ല ഇന്നുമില്ല. രാഹുൽ മാങ്കൂട്ടൻ ഇതുപോലെ ലോകത്ത് തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ നിരവധിയായ 1-2 നിരവധിയായ ആൾ 18 ഇവൻ പറയുന്നത് 3 ആൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. നിരവധിയായ ആളുകൾ അവരെ ഗർഭിണിയാക്കുക, അതുപോലെ അബോർഷൻ ചെയ്യാൻ നിർബന്ധിക്കുക, അത് മുഴുവൻ പരസ്യമായിട്ട് രാജ്യം മുഴുവൻ അറിയുക, ലോകം മുഴുവൻ അറിയുക, കോൺഗ്രസ്സുകാരനെ അതിശക്തിയായിട്ട് ഇതിൽ എതിർക്കുക, അതിന് സൈബർ സെല്ല് കൊണ്ട് മറുപടി പറയാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുക. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉടനെ മറ്റേ നിങ്ങളുടെ കൂട്ടത്തിലും അങ്ങനെ ആളുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ആർഗ്യുമെന്റ് തന്നെയാണ്. ഒരാളെ നിങ്ങളുടെ ആർഗ്യുമെന്റ് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ആ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടുത്താൻ ഒളിവിൽ താമസിപ്പിക്കുന്നത് കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിവിൽ താമസിപ്പിക്കുന്നത്, സംരക്ഷണം ഒരുക്കുന്നത്, മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രം ഒരു നടപടിയെടുത്തതാണ് എന്നതാണ് MV ഗോവിന്ദൻ പറയുന്നത്. സമാനമായ നിലയിൽ ഈ വിഷയത്തെ സമീപിക്കുകയാണ് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ, LDF മുന്നണിയുടെ ഭാഗമായിട്ടുള്ളവർ, CPM ഒക്കെ ആ രീതിയിലാണ് ഈ വിഷയത്തെ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നടന്നത് ഒരു സംഘടിത കുറ്റകൃത്യം എന്ന് BJP കൂടി പറയുന്നുണ്ട്. K. സുരേന്ദ്രന്റെ പ്രസ്താവന നമ്മൾ അങ്ങനെ വേണം കാണാൻ. അതായത് CPM പറയുന്നത് പോലെ തന്നെ കോൺഗ്രസിൽ ഒരു വ്യക്തി, രാഹുൽ എന്ന ഒരു വ്യക്തിക്കെതിരെ മാത്രമല്ല, രാഹുലിനെ സംരക്ഷിച്ചവർ, രാഹുലിന്റെ
സ്വഭാവ വൈകൃതങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ രാഹുലിന് വേണ്ട പിന്തുണ നൽകിയവർ, രാഹുലിനെ MLA ആക്കിയവർക്കൊക്കെ അതിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് BJP കൂടി പറയുകയാണ്. ഈ കാര്യങ്ങൾ അല്പം കടത്തി, കെ സുരേന്ദ്രൻ പറയുമ്പോൾ അല്പം കടത്തി രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് എല്ലാം അറിയാമായിരുന്നു. ഇപ്പോൾ MLAക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ കൂട്ടുത്തരവാദിത്തമുണ്ട് കോൺഗ്രസിന് ഈ കാര്യങ്ങളിൽ എന്നതാണ് കെ സുരേന്ദ്രനും ഈ വിഷയത്തിൽ പറയുന്നത്. അവസാന നിമിഷം വരെ ഈ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിന് അടക്കമുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെന്ററായിട്ടുള്ള ഷാഫി പറമ്പന്റെ സമ്മർദ്ദം, അദ്ദേഹത്തിന് എന്തായാലും ജാമ്യം കിട്ടും എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ജാമ്യം കിട്ടിയപ്പോഴാണ് ഒരു ഒറ്റ വരി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. നിരുത്തരവാദപരമായ ഒരു സമീപനമാണ്. കേരളത്തിൽ അനേകം മഹിളാ നേതാക്കൾ, കോൺഗ്രസിന്റെ തന്നെ മഹിളാ നേതാക്കൾ അവരുടെ ദുരനുഭവങ്ങൾ ആവർത്തിച്ച് കോൺഗ്രസ് നേതാക്കന്മാരോട് എല്ലാവരോടും, ഇവിടെ പറഞ്ഞു കേൾക്കുന്ന പേര് മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അടക്കം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെയ്തികളെ സംബന്ധിച്ച വിവരം ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കണം, പ്രിയങ്ക ഗാന്ധി MP ആണ്. രാജ്യം മുഴുവൻ നടന്ന് സ്ത്രീകളുടെ പക്ഷത്ത് നിൽക്കുന്ന ആളാണ് എന്ന് പ്രസംഗിക്കുന്ന പ്രിയങ്ക ഗാന്ധിക്കടക്കം ഈ വിവരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കോൺഗ്രസിന് അങ്ങനെ ചാരിത്രം പ്രസംഗിച്ച് കൈകാര്യം സാധിക്കുന്ന കേസല്ല. ദീപാദാസ് മുൻഷി ഒരു വനിതയാണ്. ദീപാദാസ് മുൻഷിയുടെ മുന്നിൽ മാസങ്ങൾ. അപ്പോൾ ഈ വിഷയം കോൺഗ്രസിനെതിരെ ശക്തമായി ഉന്നയിക്കുകയാണ് CPM-ഉം BJP-യും ചെയ്യുന്നത്. അത് കോൺഗ്രസ് നേതാക്കളൊക്കെ എല്ലാം അറിഞ്ഞുകൊണ്ട് രാഹുലിനെ സംരക്ഷിച്ചിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ്. പക്ഷേ നേതാക്കൾ, UDF-ന്റെ കോൺഗ്രസിന്റെ നേതാക്കൾ ശ്രമിക്കുന്നത് ഇപ്പോൾ അറസ്റ്റ് വൈകുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്നത് ചൂണ്ടിക്കാട്ടിയാണ്. അപ്പോൾ ഈ വിഷയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഏറ്റവും സജീവമാക്കി നിർത്തുന്നു. രണ്ട് മുന്നണികളും അവർക്ക് അനുകൂലമാക്കുന്ന രീതിയിൽ ഈ വിഷയത്തിലെ ചർച്ചകൾ വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നോക്കൂ, നമുക്കറിയാം ഇപ്പോൾ ഒരു പരാതിയില്ല, അതുകൊണ്ട് നടപടികൾ എടുക്കാൻ കഴിയുന്നില്ല എന്നതായിരുന്നു SIT ഇതുവരെ പറഞ്ഞിരുന്നതെങ്കിൽ പരാതി വന്നു. 9ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ഇന്നലെ കീഴടങ്ങും എന്ന ചില വാർത്തകൾ ഉണ്ടായിരുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ കാസർഗോഡ് ഹൊസ്ദൂർ കോടതിക്ക് മുന്നിലൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അവിടെ അത് നടക്കുന്നില്ല. ഇനിയും ഒളിവിലിരുന്നു കൊണ്ട് മുൻകൂർ ജാമ്യം നേടാനുള്ള ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാക്കുകയാണ്. അപ്പോൾ നമ്മുടെ അന്വേഷണ സംവിധാനത്തിന് പാളിച്ച സംഭവിക്കുന്നത് കൊണ്ടാണോ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ സർക്കാരിന്റെ കോർട്ടിലാണ്. ആ 9 ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഉണ്ടായാൽ അതിന് ഉത്തരം പറയേണ്ടി വരുന്നത് സർക്കാരാണ്. ഈ മുൻകൂർ ജാമ്യം കോടതി ഇന്നലെ തള്ളിയതിനു ശേഷവും ഇന്ന് 24 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെ അറസ്റ്റ് ഉണ്ടായിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ, കോൺഗ്രസ് ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങൾ ജനങ്ങൾ കേൾക്കുകയാണ്. അതിന് ചില പ്രസക്തിയുണ്ട്. എന്തുകൊണ്ട് അറസ്റ്റ് വൈകുന്നു? നിങ്ങളിത് രാഷ്ട്രീയ വിഷയമാക്കാൻ ശ്രമിക്കുകയാണോ? ഈ വിഷയം രാഷ്ട്രീയത്തിന് അതീതമായി കാണേണ്ടുന്ന വിഷയമാണ്. കുറച്ച് സ്ത്രീകൾ അനുഭവിച്ച വലിയ ബുദ്ധിമുട്ടിന്റെ വിഷയമാണ്. അവർ നേരിട്ട ചതിയുടെ, വഞ്ചനയുടെ ഒക്കെ വിഷയമാണ്. അപ്പോൾ ബലാത്സംഗ കേസുകൾ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുകയാണോ ചെയ്യേണ്ടത് എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായി തന്നെ ഉയരും. അത് ജനങ്ങൾ കേൾക്കും. അവർ എന്ത് ചിന്തിക്കും, എങ്ങനെ പ്രതികരിക്കും എന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാരണം ഇത്തരം കേസുകൾ ഒരു തരത്തിലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കണക്കാക്കേണ്ടുന്ന കേസുകളല്ല. അവിടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വൈകുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആണ് എങ്കിൽ അത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, തിരിച്ചടി ഉണ്ടാക്കും. അത് മനസ്സിലാക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ മുൻകൂർ ജാമ്യം തേടി കൂടുതൽ നടപടികളിലേക്ക് കടക്കാതിരുന്നാൽ അത് വലിയ ഡാമേജ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ലാഭത്തിനായി ഈ നടപടികൾ വൈകിപ്പിക്കുന്നവർക്ക് പോലും പരിഹരിക്കാൻ പറ്റാത്ത ഡാമേജ് അത് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും 2 തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഈ വിഷയത്തിൽ സജീവമായി നടക്കുകയാണ്. സ്വർണ്ണക്കൊള്ള വിഷയത്തിലേക്ക് വന്നാൽ, സ്വർണ്ണക്കൊള്ള വിഷയം മറച്ചു പിടിക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇടതുപക്ഷത്തിന്റെ ആഗ്രഹം. പക്ഷേ അത് കൂടുതൽ സജീവമാക്കുക എന്നതാണ് UDF ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരു ആഗ്രഹം നിൽക്കുമ്പോൾ തന്നെ അവിടേക്ക് ED വരികയാണ്. ED സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പിടിമുറുക്കുകയാണ്.
ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇ ഡി പിടിമുറുക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം അപേക്ഷ നൽകി. വിജിലൻസ് കോടതി അത് ഫയൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കേസിൽ രജിസ്റ്റർ ചെയ്ത FIR-ന്റെ പകർപ്പും മൊഴികളും കൈമാറണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഇ ഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. ഡിസംബർ 10-ാം തീയതി ഈ അപേക്ഷ കോടതി പരിഗണിക്കും എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇ ഡിയുടെ അപേക്ഷ നേരത്തെ സംസ്ഥാന സർക്കാർ എതിർത്തിരുന്നു. ഇപ്പോഴും എതിർവാദമുണ്ട്. എതിർവാദം ഉന്നയിക്കാനുള്ള അവസരം പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇ ഡിയുടെ അപേക്ഷയും SITയുടെ എതിർവാദവും 10-ാം തീയതി നടക്കും എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇ ഡി വേണ്ട എന്ന ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഉള്ളത്. ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിലും സർക്കാർ ഇത് ആവർത്തിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഇ ഡി അന്വേഷണത്തെ സർക്കാർ പൂർണ്ണമായും എതിർക്കുകയാണ്. ഈ എതിർപ്പ് രേഖാമൂലം അറിയിക്കാൻ സർക്കാരിനെ സംബന്ധിച്ച് സമയം വേണം. അതിനുവേണ്ടിയാണ് തുടർ നടപടികൾക്കായി 10-ാം തീയതിയിലേക്ക് ഇത് മാറ്റിവെച്ചിട്ടുള്ളത്. FIR-ഉം മറ്റ് രേഖകളും ആവശ്യപ്പെട്ട് ഇ ഡി ഹൈക്കോടതിയാണ് ആദ്യം സമീപിച്ചത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. തുടർന്ന് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. 10-ാം തീയതി സർക്കാരിന്റെ എതിർപ്പ് രേഖാമൂലം അറിയിക്കും. അതിനുശേഷമായിരിക്കും ഇക്കാര്യങ്ങളിൽ ഒരു തീർപ്പ് ഉണ്ടാവുക. അതുവരെ നമുക്കതിൽ എന്താണ് കോടതിയുടെ നിർദ്ദേശം എന്നത് കാത്തിരിക്കാം. എന്തായാലും ഹൈക്കോടതി ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ച സാഹചര്യത്തിൽ കീഴ്ക്കോടതിയിൽ മറിച്ചൊരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയില്ല. FIR-ന്റെ ഇ ഡി ആവശ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നൽകാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ നിൽക്കുന്നത്. എന്താകും ഇ ഡി വന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സംഭവിക്കുക എന്നതുകൂടി പരിശോധിച്ചാൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സമയം നീട്ടി നൽകിയിട്ടുണ്ട് SITക്ക്. അതിനൊപ്പമാണ് ഈ ദേവസ്വം ബെഞ്ച് കേസിലെ FIR അനുബന്ധ രേഖകളൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അപേക്ഷ നൽകി വാങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നതുകൂടി അറിയിക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകേണ്ടതെന്ന നിർദ്ദേശമാണ് ഈ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നൽകിയത്. ആ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇ ഡി നടത്തിയത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പ്രാഥമിക വിവരശേഖരണം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നതാണ്. ശബരിമലയിൽ നിന്ന് ഈ കവർച്ച ചെയ്യപ്പെട്ട ദ്വാരപാലക ശില്പങ്ങളിലെയും ഈ കട്ടിളപ്പാളിയിലെയും ഒക്കെ സ്വർണം എന്ന് പറയുന്നത്, അവയുടെ മൂല്യം എന്ന് പറയുന്നത് കേവലം സ്വർണത്തിന്റെ മൂല്യം മാത്രമല്ല, ദൈവിക മൂല്യം കൂടി അതിന് ഉണ്ട്. അതനുസരിച്ച് യഥാർത്ഥ വിലയേക്കാൾ ഉയർന്ന വിലയ്ക്കാണ് ഇത് വിറ്റിട്ടുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവ രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയിട്ടുള്ളതായി റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നതാണ്. കോടതി പോലും അത്തരമൊരു സംശയം ഉന്നയിച്ചത് നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് അവിടേക്ക് ഇ ഡി കൂടുതൽ ശക്തമായ ഇടപെടലുകളുമായി വരുന്നത്. ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുള്ളതായി കരുതപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഇ ഡിയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു വ്യാപ്തി കണക്കിലെടുത്ത് ഉള്ള ഇടപെടലിന് വേണ്ടിയാണ് ഇ ഡി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള ഇടപെടലാണ് ഇ ഡി നടത്തുന്നത്. സർക്കാർ ഇതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ഈ അന്വേഷണം ഇ ഡി ഏറ്റെടുത്താൽ അതേത് നിലയിൽ വരെ പോകും എന്ന ഭയപ്പാടാണ് സർക്കാരിനെ സംബന്ധിച്ച് അതിനെതിരെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈ കേസിൽ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇനി മുകളിലേക്ക് ആളുകൾ ഉണ്ടെങ്കിൽ അവർ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഇ ഡി വന്നാൽ ഉണ്ടാകും എന്ന പേടിയാണ് സർക്കാരിനെ മറ്റന്വേഷണത്തെ എതിർക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. കേസിൽ ഇതുവരെ പിടിയിലായ എല്ലാവരും തന്നെ നമുക്കറിയാം CPM-മായി ബന്ധമുള്ളവരാണ്. പാർട്ടികളുടെ അനുഭാവികളും ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നവരുമാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ N. വാസുവും A. പത്മകുമാറും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ N. വാസുവും പത്മകുമാറും ഒക്കെയാണ്. അവർക്ക് CPM-മായുള്ള ബന്ധമൊക്കെ അറിയാം. ഇവരെ ചോദ്യം ചെയ്താൽ മറ്റ് നേതാക്കളിലേക്ക് അന്വേഷണം ചെന്നെത്തുമോ എന്ന ഭയമാണ് ഈ സാഹചര്യത്തിലുള്ളത്. ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ആ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിൽ കോടതി പോലും യാതൊരു തരത്തിലുള്ള വീഴ്ചകളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിൽ ആ അന്വേഷണം നടന്നാൽ മതി എന്നതാണ് സ്വാഭാവികമായും സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്. അതേസമയം പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ വലിയ സമ്മർദ്ദങ്ങളുണ്ട്, നടപടികൾ ഇഴയുന്നു എന്ന തരത്തിലൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ ഒരു ഭാഗത്ത് ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ കാണുന്നു. പക്ഷേ സർക്കാരിന്റെ ഭാഗമായവർ ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെയാണെങ്കിൽ അവരുടെ തന്നെ പ്രമുഖ നേതാക്കളിലേക്ക് അന്വേഷണം എത്തില്ലല്ലോ എന്നത് ചൂണ്ടിക്കാട്ടിയാണ് അവർ അതിനെ പ്രതിരോധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾക്ക് ബന്ധമുണ്ടോ, കൂടുതൽ വലിയ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, രാജ്യാന്തര ബന്ധമുണ്ടോ തുടങ്ങിയ സംശയങ്ങൾ കോടതി കൂടി ഉന്നയിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ
അവിടെ കൂടുതൽ അന്വേഷണത്തിനുള്ള സാധ്യതകൾ കൂടി തെളിയുകയാണ്. നമുക്കറിയാം BJP കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായി ഇതിൽ CBI അന്വേഷണം ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം എന്ന ഒരു ആവശ്യം ആവർത്തിച്ച് ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ EDയുടെ അന്വേഷണം വരുന്നത്. ED അന്വേഷണം വന്നാൽ ഇതിന് പിന്നിൽ മറ്റാരൊക്കെ ഉണ്ട്, കൂടുതൽ ആളുകളുണ്ടോ, ഈ അന്താരാഷ്ട്ര ബന്ധമുണ്ടോ, കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം നടക്കും. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണത്തിന്റെ മാനം ഇതിലും വലുതാകും എന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ടാണ് ഇതിൽ വലിയ എതിർപ്പും മറ്റു തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ കോടതി ഇപ്പോൾ മറ്റൊരു അന്വേഷണത്തെ എതിർക്കുന്നില്ല എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവസ്വം ബെഞ്ചിലുണ്ടായിട്ടുള്ള വാദത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് FIR രേഖകൾ നൽകാൻ ഉൾപ്പെടെ ഇഡിക്ക് നൽകുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യം കോടതി സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വേറൊരു ഏജൻസിയുടെ അന്വേഷണം കൂടി ഇതിൽ വരുമോ എന്നതാണ് നമ്മൾ കാണേണ്ടത്. രാഹുൽ വിവാദം മറികടക്കാൻ ശബരിമല സ്വർണ്ണക്കൊള്ള സജീവമാക്കി നിർത്താനാണ് UDF ശ്രമിക്കുന്നത്. ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ തൊടാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതുകൊണ്ടാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ സ്വർണ്ണക്കൊള്ളയിലേക്ക് ആ ചർച്ചകൾ കേന്ദ്രീകരിക്കുക എന്ന ലക്ഷ്യം കൂടി വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ ആ വാക്കുകൾ വരുന്നത്. ഞങ്ങൾ സെറ്റ് ചെയ്ത അജണ്ടയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്നത്. അത് ശബരിമലയിലെ കൊള്ള കേരളം ചർച്ച ചെയ്യുകയും തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്യും. ഈ സർക്കാരിനെതിരായി ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ കുറ്റപത്രവും ഇവിടെ വിചാരണ ചെയ്യപ്പെടും. ഇതിന് പിന്നിൽ അന്തർദേശീയ ഇടപാട് എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. 500 കോടിയുടെ അഴിമതിയാണ് നടന്നതെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. സ്വർണം വിറ്റത് വൻ മാഫിയയ്ക്കാണ്. തനിക്ക് വിവരം നൽകിയ ആൾ SITക്ക് മൊഴി നൽകാൻ തയ്യാറാണ് എന്ന കാര്യം കൂടി ചെന്നിത്തല പറയുന്നു. ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത ഇത്രയും വലിയ കൊള്ള നടത്തിയിട്ടും ഇത് അന്താരാഷ്ട്ര മാനങ്ങളുള്ള വലിയ ഒരു തട്ടിപ്പാണ്. 500 കോടിയിലധികം രൂപയുടെ ഒരു വലിയ അഴിമതിയാണ് ഇതിലൂടെ നടന്നിട്ടുള്ളത്. SITക്ക് ഞാൻ കത്ത് കൊടുക്കുന്നതിൻ്റെ ഇന്ന് കത്ത് കൊടുക്കുന്നതിൻ്റെ കാരണം ഇത് ഈ പറയുന്ന കാര്യത്തെപ്പറ്റി വിശദമായൊരു അന്വേഷണം വേണം. ശബരിമല വിഷയം എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും NDAയെ സംബന്ധിച്ചും സജീവമാക്കി നിർത്തേണ്ടതുണ്ട്. അപ്പോൾ BJPക്കും ഈ വിഷയത്തിൽ ചില താല്പര്യങ്ങളുള്ളതാണ്. സ്വർണ്ണക്കൊള്ളക്കേസിൽ പിണറായി വിജയൻ അന്വേഷണ സംഘത്തിന് വിലങ്ങ് വെച്ചിരിക്കുകയാണ് എന്നതാണ് BJP നേതാവ് K സുരേന്ദ്രൻ ആരോപിക്കുന്നത്. കടകംപള്ളിയുടെ പല ഇടപാടുകളെക്കുറിച്ചും തെളിവ് മൊഴിയുമുണ്ട്. LDFന് മുഖം നഷ്ടമായ അവസ്ഥയാണ്. UDFന് നിവർന്നു നിന്നത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്ന ആരോപണം കൂടി സുരേന്ദ്രൻ ഉന്നയിക്കുന്നു. അവസാന നിമിഷം വരെ ഈ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിന് അടക്കം ഉണ്ടായിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെന്ററായിട്ടുള്ള ഷാഫി പറമ്പന്റെ സമ്മർദ്ദം അദ്ദേഹത്തിന് എന്തായാലും ജാമ്യം കിട്ടും എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ജാമ്യം കിട്ടിയപ്പോഴാണ് ഒരു ഒറ്റ വരി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. നിരുത്തരവാദപരമായ ഒരു സുരേന്ദ്രൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഇതിനുശേഷമാണ് അദ്ദേഹം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കൂടി വരുന്നത്. എന്തായാലും നമ്മുടെ ഇപ്പോൾ സമയം കുറവായതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കുറ്റം ചെയ്ത ആരെയും സംരക്ഷിക്കില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കുറ്റം ചെയ്ത ആരെയും സംരക്ഷിക്കില്ല, അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് എന്ന സന്ദേശം മുഖ്യമന്ത്രി നൽകുമ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നടപടി ഉണ്ടാകുമെന്ന സൂചന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകുന്നുണ്ട്. മാത്രവുമല്ല, കരുണാകരൻ ഭരിക്കുന്ന സമയത്ത് ഗുരുവായൂരിൽ തിരുവാഭരണം നഷ്ടപ്പെട്ടല്ലോ എന്ന ഒരു സാഹചര്യം MV ഗോവിന്ദൻ വീണ്ടും ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ഇതുവരെ ഒരു തരി തിരിച്ചു കിട്ടിയിട്ടില്ലല്ലോ എന്നതുകൂടി MV ഗോവിന്ദൻ ചോദിക്കുന്നു. ഇപ്പോൾ അന്വേഷണം നടന്ന് കുറ്റക്കാരായവരെ ഞങ്ങൾ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നില്ലേ എന്നൊരു ചോദ്യമാണ് CPM സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നത്. ഹൈക്കോടതിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഹൈക്കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫലപ്രദമായ അന്വേഷണമാണ് നടക്കുന്നത്. ഹൈക്കോടതിന്റെ മേൽനോട്ടവും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ആ വഴിക്ക് നമുക്ക് ആ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്താം. പിന്നെ CPIMനെ സംബന്ധിച്ചിടത്തോളം CPIM ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയും പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാകില്ല എന്നത് CPIM വ്യക്തമാക്കിയുള്ള കാര്യമാണ്. തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കില്ല എന്ന് പറയുമ്പോൾ പോലും തെറ്റ് ചെയ്തവർ
അല്ലെങ്കിൽ അങ്ങനെ ആരോപണ വിധേയരായവർ, കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടവർ, അറസ്റ്റിലായവർ, അവരെ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല പാർട്ടി എന്ന ചോദ്യമാണ് ഉയരുന്നത്. അത് എങ്ങനെ വിശദീകരിക്കും? ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാൻ നേതാക്കൾക്ക് കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മാതൃകാപരമായ നടപടി കോൺഗ്രസ് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകുന്നില്ല എന്നൊരു ചോദ്യമാണ് ആവർത്തിച്ചു വരുന്നത്. അവിടേക്കാണ് ഇഡിയുടെ കൂടി ഇടപെടൽ ഉണ്ടാകുന്നത്. ഈ തട്ടിപ്പിന്റെ മാനം നമുക്കറിയാം. അന്വേഷണം പുരോഗമിച്ചതിന് ശേഷമാണ് ഇത്ര വലിയ മാനങ്ങൾ ആ തട്ടിപ്പിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അവിടേക്ക് ഇഡി കൂടി വരുന്നു. രാജ്യാന്തര ബന്ധങ്ങളിലേക്ക് അന്വേഷണം പോകുന്നു. ചെന്നിത്തല ഇപ്പോൾ മറ്റു ഒരു ഗൗരവമായ ആരോപണം ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ മുഖം രക്ഷിക്കണമെങ്കിൽ ഈ പാർട്ടി നടപടിയെങ്കിലും അനിവാര്യമാകുന്നു എന്ന ഒരു ഘട്ടമുണ്ട്. പക്ഷേ അവിടെ പിടിവാശി തുടരുന്നു. അത് എങ്ങനെ വിശദീകരിക്കണം എന്നതിൽ പോലും നേതാക്കൾക്ക് ആശയക്കുഴപ്പമുണ്ട്. അത് വലിയ ഒരു ഡാമേജ് സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് അടുത്ത ഫോക്കസിലേക്ക് പോകാം. ഫോക്കസ് നമ്പർ 3. ഇന്ന് ലോകം കാണുകയായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂട്ടുകെട്ട്, ബന്ധം. വളരെ ഊഷ്മളമായ ഇന്ത്യ റഷ്യ സൗഹൃദത്തിന്റെ കാഴ്ചകളാണ് ലോകത്തിന് മുന്നിൽ ഇന്ന് നൽകപ്പെട്ടത്. പുടിന്റെ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ആ ഊഷ്മള സൗഹൃദത്തിന്റെ വലിയ സന്ദേശം ലോകത്തിന് ലഭിച്ചിരിക്കുന്നത്. 8 കരാറുകളിലാണ് ഇന്ത്യയും റഷ്യയും ഇന്ന് ഒപ്പുവെച്ചിരിക്കുന്നത്. റഷ്യ യുക്രൈൻ സംഘർഷം തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും സ്വാഗതം ചെയ്യുന്നതായി മോദി പറഞ്ഞു. സമാധാനത്തിനൊപ്പമാണ് നമ്മൾ എന്ന ഒരു സന്ദേശം മോദി നൽകി. നരേന്ദ്രമോദിയെ അടുത്ത സുഹൃത്തെന്നാണ് പുടിൻ വിശേഷിപ്പിച്ചത്. ഊഷ്മള സൗഹൃദത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ മുതൽ കാണുകയാണ്. ഇന്നലെ വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് പുടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചത്. രണ്ടുപേരും ടൊയോട്ട നിർമ്മിത SUVയിൽ ഒന്നിച്ച് ആണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോയത്. അവിടെ അത്താഴ വിരുന്നിന് പോയത്. പ്രധാനമന്ത്രിയുടെ ഒപ്പം വളരെ സൗഹാർദ്ദത്തോടുകൂടി, വളരെ സന്തുഷ്ടനായി അല്ലെങ്കിൽ ചിരിക്കുന്ന മുഖത്തോടുകൂടി നിൽക്കുന്ന വ്ളാഡിമിർ പുടിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 3 മണിക്കൂറോളം പുടിൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉണ്ടായിരുന്നു. പുടിന് മോദി ഭഗവത്ഗീതയുടെ റഷ്യൻ തർജ്ജിമയാണ് സമ്മാനമായി നൽകിയത്. അങ്ങനെ ഊഷ്മളമായ സൗഹൃദത്തിന്റെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു. രാവിലെ റഷ്യൻ പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ വരവേൽപ്പ് നൽകി. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ചേർന്ന് പുടിനെ സ്വീകരിച്ചു. പിന്നീട് രാജ്ഘട്ടിൽ ഗാന്ധി സമാധിയിൽ പുടിനെത്തി. അവിടെ പുഷ്പാർച്ചന നടത്തി. വാർഷിക ഉച്ചകോടിയിൽ എന്ത് സംഭവിച്ചു എന്നതുകൂടി നമ്മൾ നോക്കണം. ഈ ഊഷ്മളമായ സൗഹൃദത്തിന്റെ ഒക്കെ പ്രതിഫലനം വാർഷിക ഉച്ചകോടിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതുകൂടി നമുക്ക് വിശദമായി നോക്കിയാൽ, ഇന്ത്യ റഷ്യ ബന്ധം ശക്തമാക്കുന്നതിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പങ്കിനെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം വളരെ ആഴത്തിലുള്ളതാണെന്നും ഇരട്ടത്താരകം പോലെ നിലനിൽക്കുന്ന സൗഹൃദമാണ് ഇരു രാഷ്ട്രങ്ങൾക്കും തമ്മിലുള്ളത് എന്നും അതിന് വലിയ സംഭാവന നൽകിയ ആളാണ് പുടിനെന്നും മോദി ഈ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഹൈദരാബാദ് ഹൗസിലായിരുന്നു വാർഷിക ഉച്ചകോടിയും ഉഭയകക്ഷി ചർച്ചയും ഒക്കെ നടന്നത്. അതിനുശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനും സംയുക്തമായി വാർത്താ സമ്മേളനം നടത്തിയത്. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്ക് മുന്നോടിയായി നേരത്തെ സംസാരിക്കുമ്പോൾ ഇരു രാഷ്ട്രതലവന്മാരും അതിനു മുൻപും മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ഇരു രാജ്യങ്ങൾക്കും ഭാവിയിൽ ആഗോള വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കും എന്നതാണ് പ്രധാനമന്ത്രി ഈ ചർച്ചയ്ക്ക് മുൻപ് പറഞ്ഞത്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുമെന്ന സന്ദേശം പ്രധാനമന്ത്രി നൽകിയിരുന്നു. പഹൽഗാമിലെ ഭീകരാക്രമണവും ക്രോക്കസ് സിറ്റി ഹാളിന് നേരെയുണ്ടായ ഭീരുത്വം നിറഞ്ഞ ആക്രമണം, ഇതേതായാലും ഇത്തരം എല്ലാ പ്രവർത്തികൾക്കും ഒരു വേരാണുള്ളത്. ആ ഭീകരതയുടെ, മാനവികതയുടെ മൂല്യങ്ങൾക്ക് നേരെ ഒരു നേരിട്ടുള്ള ആക്രമണമാണ് നടന്നിട്ടുള്ളത്. ഇതിനെതിരായ ആഗോള ഐക്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. അപ്പോൾ ഭീകരതയെ ഒരുമിച്ച് നേരിടാനുള്ള ഒരു സന്ദേശവും നേരത്തെ തന്നെ ഇരു നേതാക്കളും നൽകിയിരുന്നു. അതിനൊപ്പമാണ് ഈ സംയുക്ത വാർത്താ സമ്മേളനത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ കൂടി വന്നത്. बिजनेस हो या डिप्लोमेसी, किसी भी साझेदारी की नींव आपसी विश्वास है। भारत रूस संबंधों की सबसे बड़ी शक्ति यही विश्वास है। ये हमारे
साझे प्रयासों को दिशा भी देता है और गति भी देता है। यही वह लॉन्च पैड है जो हमें नए सपनों नई आकांक्षाओं की റഷ്യ उड़ान യുക്രൈൻ भरने के സംഘർഷം लिए തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും സ്വാഗതം ചെയ്യുന്നതായും പ്രധാനമന്ത്രി അറിയിച്ചു. എന്താണ് പുടിൻ പറഞ്ഞതെന്ന് നോക്കിയാൽ മോദിയെ അടുത്ത സുഹൃത്തെന്നാണ് പുടിൻ വിശേഷിപ്പിച്ചത്. ഇന്ത്യയെ നൽകിയ ഊഷ്മള സ്വീകരണത്തിന് പുടിൻ നന്ദി പറഞ്ഞു. ഈ ചർച്ചകൾ വളരെ ഫലപ്രദമായിരുന്നു എന്ന് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കും, സുരക്ഷാ, വ്യാപാരം, സാമ്പത്തിക, സൈനിക മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ കരാറുകൾ ഒപ്പിട്ടതായും പുടിൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള ഇന്ത്യ റഷ്യ സഹകരണം ഉറപ്പാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഉണ്ടായത്. ഏതാണ്ട് 8ഓളം കരാറുകളിൽ ഇരു രാഷ്ട്രങ്ങളും ഒപ്പിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഒപ്പം തന്നെ ഈ ഇരു രാജ്യങ്ങൾ പേയ്മെന്റ് സെറ്റിൽമെന്റുകൾക്കായി ദേശീയ കറൻസികൾ ഉപയോഗിക്കുന്നതിലേക്ക് ക്രമേണ നീങ്ങുകയാണ് എന്ന കാര്യം പുടിൻ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇനി രൂപയിലും റഷ്യൻ കറൻസിയായ റൂബിളിലുമാകും നടക്കുക എന്നതാണ് പുടിൻ പറഞ്ഞത്. അങ്ങനെ നിരവധിയായിട്ടുള്ള യോജിച്ച് നീങ്ങുന്നതിന്റെ സന്ദേശം ഇന്നത്തെ ഈ ഊഷ്മളമായിട്ടുള്ള സൗഹൃദം ഒക്കെ ഇന്നത്തെ ഈ ചർച്ചകൾക്ക് ശേഷം നമ്മൾ കണ്ടതാണ്. അന്താരാഷ്ട്ര വ്യാപാരത്തിൽ നിന്ന് ഡോളറിന്റെ ഉപയോഗം ക്രമേണ കുറയ്ക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇരു രാജ്യങ്ങളും ആ കറൻസികളുടെ കാര്യത്തിലൊക്കെയുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കരാറുകൾ ഒപ്പിട്ടതെന്ന് നോക്കിയാൽ 8 കരാറുകളിലാണ് ഇന്ത്യയും റഷ്യയും ഒപ്പുവെച്ചത്. തൊഴിൽ, കുടിയേറ്റം എന്നിവയിൽ 2 കരാറുകളിൽ ഒപ്പുവെച്ചു. ആരോഗ്യം, ഷിപ്പിംഗ് എന്നീ മേഖലകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ രാസവളം വാങ്ങുന്നതിൽ ധാരണയായി. 2030 വരെയുള്ള സമഗ്ര സാമ്പത്തിക സഹകരണ പദ്ധതിക്കും ധാരണയായിട്ടുണ്ട്. സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ശ്രമം തുടരാനും ഇരു രാഷ്ട്രങ്ങളും തീരുമാനിച്ചു. സംയുക്തമായി യൂറിയ ഉൽപാദനത്തിന് ധാരണയായതായി കൂടി നേതാക്കൾ അറിയിച്ചു. സൈനികേതര ആണവോർജ്ജ രംഗത്ത് സഹകരണം കൂട്ടാനുള്ള തീരുമാനം കൂടിയാണ് ഇവരുടെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയുടെ മറ്റ് ഫലങ്ങൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ എന്താണെന്ന് നോക്കിയാൽ US-നെതിരെ ഒരു ഏഷ്യൻ അച്ചുതണ്ട് എന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നലെ വലിയ സഹകരണം ഇരു രാഷ്ട്ര നേതാക്കളും കാണിച്ചിരുന്നു. ഏതെങ്കിലും രാജ്യത്തിന് ഇത് എതിരല്ല എന്ന ഒരു സന്ദേശമാണ് പുടിൻ നൽകിയത്. ആഗോള വിപണിയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിൽ ചിലർക്ക് അതൃപ്തിയുണ്ട് എന്നത് ട്രംപിനെ ഉദ്ദേശിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ കണ്ടതാണ് ഒരു ഏഷ്യൻ അച്ചുതണ്ട് ട്രംപിനെതിരെ അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെ അങ്ങനെ ഒരു ഏഷ്യൻ അച്ചുതണ്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഷാങ്ഹായ് ഉച്ചകോടിക്കിടയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു തുടർച്ച എന്നതിൻ്റെ സന്ദേശം തന്നെയാണ് ഇന്ന് പുടിൻ്റെ ഈ വരവും ഇവിടെ നടന്നിട്ടുള്ള ചർച്ചകളും അതിനുശേഷമുള്ള പ്രതികരണങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത്. ഷാങ്ഹായ് ഉച്ചകോടിയിൽ മോദി, പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒരു പുതിയ ഏഷ്യൻ അച്ചുതണ്ട് രൂപപ്പെടുന്നതിൻ്റെ സൂചനകൾ പുറത്തു വന്നത്. അത് കൂടുതൽ ശക്തിപ്പെടുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ഉള്ളത്. അത് ട്രംപിനുള്ള ഒരു ബദലാണ്, ട്രംപ് തന്ത്രങ്ങൾക്കുള്ള ഒരു ബദലായാണ് കരുതുന്നത്. അതിൽ കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്നതാണ് ഈ പുടിൻ്റെ വരവും ഇന്ന് നടന്ന ചർച്ചകളും ഇന്നത്തെ ഈ സൗഹൃദ കാഴ്ചകളുമൊക്കെ. അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. അപ്പോൾ നമ്മുടെ സമയം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നേരം വൈകുന്നേരം ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രേക്ഷകർക്ക് ലൈവ് ആൻഡ് 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.